ഇന്ന് ഒരു കാര്യത്തിന് പോവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അതായത് ഗൈസ്, ഞാൻ എൻ്റെ ഏതൊക്കെയോ ഒരു വ്ളോഗിൽ, എപ്പോഴോ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ എടുത്ത വ്ളോഗിലായിരുന്നു, നമ്മളിവിടെ വന്നത് ഒരു കല്യാണത്തിനല്ല വേറൊരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണെന്ന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനും ധീരജേട്ടനും കൂടെ എന്ത് തുടങ്ങി, ഞങ്ങളൊരു ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT സൊല്യൂഷൻസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബിസിനസ്സാണ്. റെസീലിയൻസ് എന്നാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഈ വ്ളോഗിലൂടെ വന്ന് പറയണമെന്നൊന്നും അല്ല ഞാൻ വിചാരിച്ചത്, പക്ഷേ എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സിനിമയുടെ വർക്ക് കിട്ടി. നമ്മുടെ ഫസ്റ്റ് വർക്ക് അതായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ റോഷൻ മാത്യുവും അതുപോലെ തന്നെ നമ്മുടെ സെറിൻ ഷാഹിബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആട്ടം, അതേപോലെ നമ്മുടെ രേഖ ചിത്രത്തിലേക്ക് വില്ലത്തി ആയിട്ട് അഭിനയിച്ച് സെറിൻ ഷാഹിബിൻ്റെയും പടം ഒക്ടോബർ എന്ന റിലീസ്ഡ് കൺഫേം അവിടെ, പക്ഷെ കൺഫേംഡ് അല്ല കേട്ടോ, ആ രേഖ ചിത്രത്തിലുണ്ട് അവള്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പടത്തിന്റെ വർക്ക് നമ്മളൊക്കെയാണ് കിട്ടിയത്. അതായത് എൻ്റെ ലിറിക്കൽ വീഡിയോ നമ്മളാ ചെയ്തത്. ലിറിക്കൽ വീഡിയോ ചെയ്ത ആളെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോ ഭയങ്കര ഇതാണ് ലിറിക്കൽ വീഡിയോ ചെയ്ത ആദിത്യൻ. ഇത് വെറുതെ സപ്പോർട്ട് ചെയ്ത് ബിപിൻ ചേട്ടൻ. പിന്നെ ഞാനാട്ടോ ഇവർക്ക് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ അപ്പൊ നമ്മുടെ ലിറിക്കൽ വീഡിയോ നമ്മൾ റിലീസാക്കിയായിരുന്നു ലാസ്റ്റ് തേഴ്സ്ഡേ ഫ്രൈഡേ ഏതോ ഒരു ദിവസം റിലീസാക്കി. അപ്പോൾ പ്രശാന്ത് വിജയാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ സിനിമയുടെ ഒരു പ്രൊമോഷന് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് വ്ളോഗ് എടുത്തുകൂടാ, എന്തൊക്കെയോ വെറുതെ അതെ ഇവര് പറഞ്ഞു, ഞാൻ എപ്പോഴാണ് ഓർത്തത്, അങ്ങനെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ഇവിടെ 2 പേരും കൂടെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് പ്രൊമോഷൻ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെയും കൂടെ പ്രൊമോട്ട് ചെയ്യണം. എന്നിട്ട് എന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, വളർത്തുക. ഞാൻ വളരട്ടെ, വളർന്ന് ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ രക്ഷപ്പെട്ടു പോട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ കൃഷ്ണ. ഇതാണ് ഗൈസ്, ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഷോക്കാണ്. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ആയിപ്പോയി അല്ലേ. എന്റെ DJ പറ്റിയാണോ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. അതെ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ലുലുമാൾ. നോക്കൂ, വണ്ടി ഓട്ടിക്കുന്ന ക്യാമറ. എനിക്ക് ഇതിന്റെ ടെക്നിക്ക് ഇതുവരെ ഞാൻ പഠിച്ചില്ല. ആ വണ്ടി ഓട്ടിക്കുന്ന വിപിൻ ഇങ്ങോട്ട് നോക്കാം. അങ്ങോട്ടോ നേരെ കൂടി ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആദിത്യം. അതെ ഗായ്സ്, ഇത് ലെൻസ് കട്ടിലെ കണ്ണാടിയാണെന്ന് പറയാൻ പറഞ്ഞു. ഭയങ്കര തിരക്കാ. പിന്നെ ആദ്യമായിട്ടാണ് ലുലുമാളി വരുന്നത് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ ട്രിവാൻഡ്രം ലുലുമാൾ. ലുലുവിന്റെ പാർക്കിങ്ങിൽ വഴി അറിയാതെ നമ്മൾ തെണ്ടുന്നു ഗൈസ്. നമ്മൾ വഴി അറിയാതെ തെണ്ടുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എങ്ങോട്ട് പോകുമെന്നറിയാൻ വയ്യാതെ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്നെത്തും. നമ്മളിപ്പോൾ കേരളത്തിലെ ഏകാന്ത പ്രദേശത്തിലാണ്.
ഇവിടെ ചില പച്ചയായ മനുഷ്യരെ നമുക്ക് കാണാം. പച്ചയായ മനുഷ്യർ ആണ് പണ്ടത്തെ ബ്രിട്ടീഷുകാർ കെട്ടിയ കെട്ടിടങ്ങൾ, ട്രെയിനുകൾ, പീപ്പി വണ്ടികൾ. ഗായ്സ്, നമ്മൾ പ്രൊമോഷൻ എടുക്കാനായിട്ട് ലുലു മാളിലെത്തി. നമ്മുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് ഇപ്പം കാണിച്ചുതരാം. ഗായ്സ്, നമ്മൾ ആളെ കിട്ടുന്നില്ല. കൃഷ്ണ കുറെ രണ്ട് കപ്പിൾസ് വരുന്ന കൃഷ്ണ അതിസാഹസികമായി നമ്മുടെ മൂവിയുടെ പാർട്ടായിട്ട് കൃഷ്ണ യൂത്തിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊമോഷൻ്റെ പാർട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണ പ്രൊമോഷൻ ചെയ്യുക. നമുക്ക് ലുലു മാളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? പറയടാ. ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ നമ്മളെ ക്യാമറ അലോഡല്ല. ഒരു അഡ്വർടൈസിങ്ങും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്ത് അഡ്വർടൈസ്? ഇവിടുത്തെ സെക്യൂരിറ്റികൾ പണിയെടുക്കുന്നത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എടുക്കാത്തത്. അതുകൊണ്ട് ഇവിടെ ഇനിയുള്ള യൂട്യൂബേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഇവിടെ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. വ്ളോഗ് എന്നല്ല, ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളതിന് പെർമിഷൻ എടുക്കണം. പക്ഷെ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. സോ നമ്മുടെ മൂവി ഓൾറെഡി റിലീസായി. ഇത്തിരി നേരം എന്ന് പറയുന്ന മൂവി നവംബർ 7 റിലീസായി. അതിൻ്റെ ലിറിക്കൽ വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് തിങ് മ്യൂസിക്കിൽ ഉണ്ട്. അകലുന്നു മെല്ലെ എന്നാണ് ആ സോങ്ങിൻ്റെ പേര്. അപ്പോൾ ആ മൂവി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുലു മാളിൽ വന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ പാർട്ട് 2 വേണ്ടിയിട്ടായിരുന്നു. പാർട്ട് 1 നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye.